الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കാൻ ജീവിക്കാൻ ശ്രമിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മുത്തബിയങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ ഹൃദയവിശാലതയ്ക്കുള്ള 6 വഴികളെ കുറിച്ച് 4 കാര്യങ്ങളാണ് അതിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഇപ്പോൾ ഓർമ്മയുണ്ടാകും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ പ്രയാസങ്ങളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയായി ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വീർപ്പ് മുട്ടിക്കുമ്പോൾ സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതിലൊന്നാമത്തത് ഹൃദയവിശാലതയുടെ മഹാകവാടമായ തൗഹീദാണ്. ശിർക്കിന്റെ ഇരുട്ടിൽ നിന്ന് തൗഹീദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ സ്വാതന്ത്ര്യം തൗഹീദിലൂടെ അവൻ നേടിയെടുക്കുകയാണ്. സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്, ഇനാബത്തു ഇലല്ലാഹ്. പരിപൂർണമായും അവന്റെ ഇഷ്ടം കൊണ്ടും അവന്റെ ഭയം കൊണ്ടും അവന്റെ പ്രതീക്ഷ കൊണ്ടും ഖൗഫും റജാഉം അതുപോലെ തന്നെ മഹബ്ബത്തും കൊണ്ട്
അള്ളാഹുവിലേക്ക് പരിപൂർണമായി മടങ്ങുക എന്നതാണ് രണ്ടാമത് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയ വിഷയം. മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആശ്വാസത്തിന്റെ തണലായി പരിചയപ്പെടുത്തിയത് അവന്റെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അസ്വലാത്ത്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഹൃദയത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുമ്പോൾ വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ സങ്കേതമാണ് നമസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നാലാമത്തെ ആശ്വാസത്തിന്റെ ഹൃദയവിശാലതയ്ക്ക് കാരണമായി തീരുന്നത് ഖുർആൻ പാരായണമാണ്. ഖിറാഅത്തുൽ ഖുർആൻ അതൊരു ആത്മീയമായ ചികിത്സയാണ്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിന് എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇന്നത്തെ ഖുതുബയിലൂടെ അഞ്ചാമത്തെ വിഷയമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദിക്ർ ഉണ്ടാവുക. ഹൃദയത്തിന്റെ ഭക്ഷണമാണ് ദിക്ർ എന്ന് പറയുന്നത്, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനം, ഒരു മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന, സമാധാനം കിട്ടുന്ന കാര്യം, അല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഒരു മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാണ് അവന്റെ മനസ്സിന് സമാധാനം കിട്ടുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ഇത്മിനാൻ ലഭിക്കാൻ, ആശ്വാസം ലഭിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം അള്ളാഹുവിനെ ഓർക്കുക, അവനെ സ്മരിക്കുക എന്ന് പറയുന്നതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്, ഓർക്കുന്നതിന് ആണ് യഥാർത്ഥത്തിൽ ദിക്ർ എന്ന പദത്തിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഉന്നതമായ ഗുണങ്ങളെയും അവന്റെ അസ്മാഉ സിഫാത്തുകളെ മനസ്സിലാക്കുകയും അതോടൊപ്പം അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അവന്റെ നാമഗുണവിശേഷങ്ങളെ വർണ്ണിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ദിക്ർ എന്ന് പറയുന്നത്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ദിക്റുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു നിമിഷ നേരം പോലും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാതെ മുന്നോട്ട് പോകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വളരെ ശക്തമായ ഖുർആനിൽ ധാരാളം വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഇസ്ലാമിലെ ഒരു ഇബാദത്തായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആ ദിക്ർ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിലേക്ക് ആ വിശ്വാസി അടുക്കുകയും അവനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുകയും റബ്ബുമായിട്ടുള്ള അലാഖത്ത്, ആ ബന്ധം സ്ഥിരപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങളെ രാവും പകലും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ജുമുഅയിൽ അല്ലാഹു പറയുകയാണ്, വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുന്നു. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ലോകവും വമ്പിച്ച പ്രതിഫലവും അതുപോലെ തന്നെ മഗ്ഫിറത്തും, അള്ളാഹുവിന്റെ പാപമോചനവും ലഭിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, സ്മരണകൾ, അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കണം. വല ദിക്റുല്ലാഹി അക്ബർ, ദിക്ർ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അത് നിസാരമായി കാണരുത്. ഖുർആൻ പറഞ്ഞതൊരു വലിയ വിഷയമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വിനയത്തോടുകൂടി, തളർറുഅൻ വഖീഫ, ഭയത്തോടുകൂടി, അധികം ശബ്ദം ഉയർത്താതെ, വദൂനൽ ജഹർ മിനൽ ഖൗലി ബിൽ ഉദൂബി വൽ ആസ്വാൻ, രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ വിശ്വാസികൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരായ, ഇതിൽ നിന്നൊക്കെ അശ്രദ്ധമായി ദുനിയാവിന്റെ വളവളപ്പിൽ ജീവിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്.
അള്ളാഹുവിനെ നിരന്തരമായി രാവും പകലും ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എല്ലാ രംഗത്തും അതുണ്ടാകണം. വദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും എവിടൊക്കെ ബില്ലൈലി വന്നഹാർ, രാവിലും പകലിലും അള്ളാഹുവിനെ ഓർക്കണം. ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അള്ളാഹുവിനെ ഓർക്കണം. ഓഫീസ് സഫരി, അതുപോലെ തന്നെ യാത്രയില് മുഖീമായിരിക്കുമ്പോൾ, നാട്ടിലായിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. വൽ ഖിനാ വൽ ഫഖർ, ദാരിദ്ര്യാവസ്ഥയിലും സമ്പന്നാവസ്ഥയിലും ഐശ്വര്യത്തിലും ഒക്കെ അള്ളാഹുവിനെ ഓർക്കണം. വസഖം വസിഹ, ആരോഗ്യാവസ്ഥയിലും രോഗാവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കണം. അതുപോലെ തന്നെ സിറിലും അലാനിയത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. അലാ കുല്ലി ഹാൽ, ഏതൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അവിടെയൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം എന്നതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ആ ദിക്റുകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് നിർവഹിക്കുവാനുമുള്ള ഇഷ്ടവും മനസ്സും നമ്മൾ നേടിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകുക. മഹാരഥന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണ്? അവരിങ്ങനെ ദിക്ർ നിർവഹിക്കും. അത് മറ്റുള്ളവർ നിർവഹിക്കുന്നത് കേൾക്കാനും അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും, മഹാന്മാർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ മറ്റു സ്വഹാബിമാരെ കാണുമ്പോൾ എപ്പോൾ കണ്ടാലും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, കൈഫൽ ഹാൽ, എന്താണ് നിന്റെ അവസ്ഥ എന്ന്. എന്താ അത് ചോദിക്കുന്നത്? അപ്പൊ ആ കേൾക്കുന്ന ആളുടെ മറുപടി എന്താണ്? അൽഹംദുലില്ലാ. ഇത് കേൾക്കാനാണ്. അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ, വിവരങ്ങൾ അന്വേഷിക്കുന്നതെന്ന് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉള്ള ഒരു ഇഷ്ടം, ആ ഒരു ആഗ്രഹവും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഖുർആൻ പറഞ്ഞു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിനു മുമ്പ്, വഖബ്ല ഉറൂബിഹ, അതുപോലെ തന്നെ വമിൻ ആനാഇൽ ലൈലി, രാത്രിയുടെ ഭാഗങ്ങളിൽ, അതുപോലെ സൂര്യാസ്തമയത്തിന് മുമ്പ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രികളിലും, വസബ്ബിഹ് വഅത്റാഫൻ നഹാർ, പകലിന്റെ ഭാഗങ്ങളിലും ഒക്കെ ലഅല്ലക തർദ, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യണം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സംതൃപ്തി കൈവന്നേക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ താഹയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വസുബ്ഹാനല്ലാഹ് ഹീന തുംസൂൻ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം, അവനെ സ്മരിക്കണം, പ്രകീർത്തിക്കണം. അദ്കാറു സബാഹിൽ, അതുപോലെ തന്നെ സബാഹിലും മസായിലും അദ്കാറുകൾ കൊണ്ട് അല്ലാഹുവിനെ ഓർക്കണം. വലൽഹംദു ഫിസ്സമാവാതി വൽ അർദ്, അതുപോലെ തന്നെ രാവും പകലും ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹു തന്നെയാകുന്നു സ്തുതി എന്ന സ്തുതി കീർത്തനങ്ങൾ ഏത് സമയത്തും നിങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വദ്കുർസ്മ റബ്ബിക ബുക്റത്തൻ വഅസീല, അല്ലാഹുവിന്റെ നാമം രാവിലെയും വൈകുന്നേരവും നീ സ്മരിക്കുക. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ എത്ര വചനങ്ങളിലാണെന്നറിയുമോ അള്ളാഹു നിരന്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ സദാസമയത്തും ഒരു വിശ്വാസി നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിങ്ങൾ ദിക്ർ നിർവഹിക്കുകയാണെങ്കിൽ, എന്നെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അതുപോലെ തന്നെ എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടെ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, ഈ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു എന്ന ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു ഉദ്ധരിക്കുന്ന സ്വഹീഹിൽ നമുക്ക് ആ ഹദീസ് വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കുന്ന ജീവനുള്ള ഒരു ഹൃദയം, വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളാകാനാണ് ശ്രമിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീന ലാ യദ്കുറു, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനും ഓർക്കാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു ഉദ്ധരിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനെയും പോലെയാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരിച്ചവനെ പോലെയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മാത്രമല്ല എത്രമാത്രം മഹത്വമാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ എന്ന് നമുക്ക് കാണാൻ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന ഇൻദല്ലാഹി അബ്ദി ബി വ അന മഅഹു, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത്, ഓർക്കുന്നത്, അതേപോലെ എന്റെ ദാസൻ എന്നെ വിചാരിക്കും പോലെയാണ് ഞാൻ അവനോട് പെരുമാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുമെന്നാണ്
അതുപോലെ ആ മനുഷ്യൻ ഒരു സംഘത്തിൽ വെച്ച് എന്നെ ഓർത്താൽ അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സംഘത്തിൽ വെച്ച് അവനെയും ഞാൻ ഓർക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവൻ ഇലയ്യ ശിബ്റൻ ഇഖ്തറബ്തു ഇലൈഹി ദിറാഅൻ, അവൻ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ, ഒരു ചാണെടുത്താൽ അവനിലേക്ക് ഞാൻ ഒരു മുഴമെടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ. വഇൻ അതാനി യംശി, അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ അവനിലേക്ക് ഞാൻ ഓടിയെടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക. റബ്ബ് നമ്മളെ ഓർക്കും. ആരുമല്ലാത്ത, ഒരു പേരുമില്ലാത്ത ഈ നമ്മളെന്ന വ്യക്തി, ആ വ്യക്തിയെ ലോകത്തിന്റെ രക്ഷിതാവ് ഏറ്റവും ഉന്നതമായ സഭയിൽ വെച്ച് മലായിക്കത്തുകളുടെ മുന്നിൽ നമ്മളുടെ പേര് പറഞ്ഞ് ഓർക്കുമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വിഷയമല്ല സഹോദരങ്ങളെ. അശ്രദ്ധമായി പോകരുത്. ദിക്ർ നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാക്കുന്ന, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരിക്കലും അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് നിങ്ങളെ തടുക്കാൻ പാടില്ല. നിങ്ങളുടെ കച്ചവടവും വീടും കുടുംബവും തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് നിങ്ങളെ തടുക്കരുതേ എന്നാണ്. അങ്ങനെ ആ കാര്യത്തിൽ അശ്രദ്ധമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. നിങ്ങൾ നഷ്ടക്കാർ തന്നെയാണ്, നഷ്ടം സംഭവിച്ചവർ തന്നെയാണ് എന്ന് സൂറത്തുൽ മുനാഫിഖൂൻ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് സമയമില്ല, തിരക്കാണ്. കച്ചവടം, വീട്, ജോലി, പഠനം, അങ്ങനെ നൂറ് കാര്യങ്ങളുടെ പിന്നാലെ പോയി അവസാനം അതൊന്നും കൊണ്ട് സമാധാനം കിട്ടാതെ, സ്വസ്ഥത കിട്ടാതെ, ആശ്വാസമില്ലാതെ, മനസ്സമാധാനമില്ലാതെ പ്രയാസങ്ങളുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം വേണോ, സ്വസ്ഥത വേണോ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടന്നു വരും. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ഒരു കൂട്ടരെ പോലെ ആകരുത് എന്ന് ഖുർആൻ പറയാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ഒരു ഭാഗത്തെ പോലെ ആയിക്കഴിഞ്ഞാലോ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങളെ തന്നെ അതുമൂലം അള്ളാഹു അവരെ തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു വഴിതെറ്റിച്ച് ആ ഒരു മാർഗത്തിലേക്ക് അവൻ സഞ്ചരിക്കും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അക്കൂട്ടർ തന്നെയാണ് ദുർമാർഗികളായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ. അത്തരം ഒരവസ്ഥ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും ഖുർആൻ പറയാണ്, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, പരമകാരുണ്യനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും അന്ധത നടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവന് പിശാചിനെ ഒരു കൂട്ടാളിയാക്കി നൽകുമെന്നാണ്. അങ്ങനെ സംഭവിച്ചാലോ തീർച്ചയായും അവനെ നേർമാർഗത്തിൽ നിന്ന് പിശാച് അവനെ തടയും എന്നാണ്. അവർ വിചാരിക്കും ഞങ്ങൾ നേർമാർഗത്തിലാണെന്ന്. റബ്ബിന്റെ സ്മരണയിൽ നകന്നു പോകുന്നവൻ, അവൻ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ആ പാർശ്വത്തിൽ നകന്നു പോകുന്ന അവസ്ഥ അവന് ഉണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അന്ധത നടിച്ചാൽ, തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫഇന്ന ലഹു മഈശതൻ ദൻക, തീർച്ചയായും വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, അത്തരം ആളുകൾ ഒരു ഇടുങ്ങിയ ജീവിതമാണ് ഈ ദുനിയാവിലും പരലോകത്തും അവർക്കുണ്ടാവുക എന്നതാണ്. കുടുസായ ഒരു ജീവിതമായിരിക്കും. അവരുടെ മാനസികമായ പിരിമുറുക്കം അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തും. അവരുടെ പുറമെ കാണുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ടാകും. പക്ഷെ നാളെ പാരത്രിക ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അന്ധന്മാരായിട്ടാണ് അവർ വരിക. അവരല്ലാന്റെ മുന്നിൽ പറയും, ഞങ്ങൾക്ക് ദുനിയാവിൽ കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എന്തു പറ്റി ഞങ്ങൾക്കെന്ന്. അല്ല പറയും, നീ ദുനിയാവിൽ വെച്ച് എന്നെ മറന്നു, അതുപോലെ ഇന്ന് നിന്നെയും ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറയും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത സംസാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവനെ കുറിച്ച് ഈബത്ത് പറയാ, നമീമത്ത് പറയാ, കളവ് പറയാ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, രാഷ്ട്രീയമാകട്ടെ, അതുപോലെ മറ്റു കാര്യങ്ങളാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാകട്ടെ, ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഇടപെടുകയും അതുപോലെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പള്ളിയിലാണെങ്കിലും അതുപോലെ പുറത്താണെങ്കിലും ഒരു ഗുണകരവുമല്ലാത്ത ദോഷകരമായ രൂപത്തിലൊക്കെ ധാരാളം സംസാരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദിക്റല്ലാത്ത, ഓർമ്മയല്ലാത്ത മറ്റു സംസാരങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കരുത് എന്നതാണ്. കാരണം അങ്ങനെ സംഭവിച്ചാൽ അള്ളാഹുവിനെ സ്മരിക്കാത്ത അധിക സംസാരം നിങ്ങളുടെ ഖസ്വത്തുൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കും, ഹൃദയത്തിന്റെ വിശാലത ഇല്ലാതാക്കും.
അങ്ങനെ ഹൃദയം കെടുത്തവനാണ് അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ഈ സമയം എന്ന അനുഗ്രഹം, ആരോഗ്യം എന്ന അനുഗ്രഹം, സംസാര ശേഷി, അതുപോലെ തന്നെ അതെല്ലാം ദിക്റിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് നമ്മൾ ദിക്റെടുക്കണം, നമ്മുടെ നാവ് കൊണ്ട് ദിക്റെടുക്കണം, നമ്മൾ ഫഅലിയായി പ്രവർത്തനങ്ങൾ കൊണ്ട് ദിക്ർ സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, എത്ര വലിയ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ നിർവഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് എന്ന് ഈ ഹദീസ് മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്ഖാഹാ ഇൻദ മലീകികും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ള പറയാണ്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ വഅസ്ഖാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ ഉടമസ്ഥന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ റബ്ബിന്റെ അടുത്ത് നിങ്ങളുടെ ദറജകൾ ധാരാളമായി ഉയർത്തുന്നതുമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം സ്വർണവും വെള്ളിയും ഒക്കെ നിങ്ങൾക്കുണ്ട്, അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അതുപോലെ തന്നെ ഒരു യുദ്ധത്തിന് പോവുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ജിഹാദിന് പോവുകയാണ്. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ പോയി ഇസ്ലാമിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുകയും അവന്റെ കഴുത്തു വെട്ടുകയും അവന്റെ അതുപോലെ തന്നെ ശത്രുവിന്റെ വെട്ടുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുന്നതിനേക്കാൾ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഖാലു, സഹാബിമാർ പറഞ്ഞു, അതേ നബി, ബല, പറഞ്ഞു തരൂ റസൂലേ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറയാണ്, ദിക്റുല്ലാഹി തആല, അള്ളാഹുവിനെ ഓർക്കുക, സ്മരിക്കുക എന്നതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടപ്പോൾ പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ഖാല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. നരകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ ദിക്റുള്ള പോലെ, അള്ളാഹുവിനെ സ്മരിക്കുന്നത് പോലെ അകറ്റുന്ന മറ്റൊരു വിഷയവുമില്ല എന്ന് അവിടെ ഉണർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എത്ര വലിയ പ്രതിഫല സഹോദരങ്ങളെ ദിക്ർ കൊണ്ട് കിട്ടുക! ഇതാണല്ലോ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ദുനിയാവിയായ കാര്യങ്ങളിൽ കൂടുതലായി ഇടപെട്ട് ഒരു ഫായതയുമില്ലാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. രാവിന്റെ സമയങ്ങളിൽ, പകലിന്റെ സമയങ്ങളിൽ, രാത്രിയുടെ സമയങ്ങളിൽ, അതുക്കാറുകളിൽ, മസാവുകളിൽ, അതുപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിൽ, യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, ഏത് സന്ദർഭത്തിലും നിർവഹിക്കാൻ കഴിയുന്ന വളരെ ലളിതമായി കഴിയുന്ന ഒരു കാര്യമാണ് ദിക്ർ എന്ന് പറയുന്നത്. അത് നിർവഹിക്കുക. എല്ലാ സമയത്തും ഒരു സത്യവിശ്വാസി അവന്റെ റൂഹ് പോകുന്നത് വരെ, നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ മുഴുകിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമവും ഒരു തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ നമ്മൾ തീരുമാനിക്കണം. ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ കാലമാണ്. നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കുക. അവരുടെ ജീവിതത്തിൽ ഈ ഒരു വെക്കേഷനെങ്കിലും ഇത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിന്റെ മരണം വരെയും കൊണ്ടുപോകാനുള്ള ഒരു തർബിയത്ത് ആ നിലക്ക് നമ്മൾ കൊടുക്കണം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ അതുപോലെ തന്നെ വീണ്ടും ആ ഉറക്കിലേക്ക് പോകുന്നത് വരെ എത്രയോ ദിക്റുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അതുപോലെ തന്നെ യാത്ര പോകുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച ശേഷം വസ്ത്രം ധരിക്കുമ്പോൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ കയറുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, ഇങ്ങനെ പലതരത്തിലുള്ള എല്ലാ നിമിഷങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും, അതിനു പുറമെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും നിർവഹിക്കേണ്ട ദിക്റുകൾ, ഇതെല്ലാം നമ്മളിവിടെ വിതരണം ചെയ്ത പുസ്തകത്തിലുണ്ട്. വിശദമായി അതിന്റെ അർത്ഥവും അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലവും ആ പുസ്തകത്തിലുണ്ട്. ഇതൊക്കെ കൃത്യമായി നമ്മുടെ മക്കളെ ഈ വെക്കേഷനെങ്കിലും പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ഇത് ശീലമാക്കണം. അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. ആ ദിക്ർ എന്ന് പറയുന്നത് അത് കേവലം വാചികമായി മാത്രമല്ല, അത് നാവിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ അതിന്റെ അർത്ഥവും കൂടി മനസ്സിലാക്കി നിർവഹിക്കാൻ കഴിയണം. അതുകൂടാതെ ധാരാളം ദിക്റുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും ചെയ്യാൻ പറ്റുന്ന നമസ്കാര ശേഷം നിർവഹിക്കാൻ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതുപോലെ അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതൊക്കെ അറിയാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇതെപ്പോഴും നിർവഹിക്കാൻ കഴിയുന്ന ദിക്റുകളാണ്. അത് ഏതുകൊണ്ടും നമുക്ക് ആരംഭിക്കാം. വൽഹംദുലില്ലാഹി, സുബ്ഹാനല്ലാഹി, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ,
അതുപോലെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, സുബ്ഹാന റബ്ബിൽ അളീം ബിഹംദിഹി, സുബ്ഹാന റബ്ബിൽ അളീം, ഇങ്ങനെ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം ദിക്റുകൾ തുലാസിൽ ഭാരം തൂങ്ങുന്ന റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള, നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ള, അതുപോലെ തന്നെ സ്വർഗത്തിൽ അവന് വേണ്ടി പനകൾ നടുന്ന, അങ്ങനെ സ്വർഗത്തിൽ നിധിയായിട്ടുള്ള, ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ നൽകിയ ദിക്റുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് അഅറാബികൾ നബിയുടെ വന്നു. ഒരാൾ ചോദിച്ചു, റസൂലേ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, തൂബാലിമൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ഒരു മനുഷ്യൻ ആയുസ് കിട്ടി, ആരോഗ്യമുണ്ടായി, അതുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ജനങ്ങളിൽ ഉത്തമനായ ഒരു മനുഷ്യനെന്ന്. രണ്ടാമത്തെ അഅറാബി ചോദിച്ചു, അയ്യു അമലി ഖൈറുൻ, പ്രവാചകരെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമല് പറഞ്ഞു തരും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിട പറയുന്നത് വരെ, അവന്റെ റൂഹ് പോകുന്നത് വരെ, അവന്റെ നാവുകൾ ദിക്റുകൾ കൊണ്ട് ചലിപ്പിക്കുന്ന, ദിക്റുകൾ കൊണ്ട് നനയുന്ന ഒരു മനുഷ്യനാണ്, ഒരു പ്രവർത്തനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കണം. ചില സ്വഹാബി, ദരിദ്രരായ സ്വഹാബിമാർ നബി എടുത്തു വന്ന മുഹാജിറുകളായ സ്വഹാബിമാർ നബി എടുത്തിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്, നബിയെ, ഞങ്ങളെക്കാൾ ഈ പണമുള്ള സമ്പത്തുള്ള സ്വഹാബിമാര് ദാനം ചെയ്തും ദാനധർമ്മങ്ങൾ നിർവഹിച്ചും ഹജ്ജ് ചെയ്തുമൊക്കെ ഞങ്ങളെക്കാൾ ഉന്നതിയിൽ പോവുകയാണല്ലോ, ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കുകയാണല്ലോ എന്ന സങ്കടം ചില ദരിദ്രരായ സ്വഹാബിമാർ നബിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അവരോടൊപ്പം എത്താൻ, അതുപോലെ പ്രതിഫലം ലഭിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. നമസ്കാര ശേഷം നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും അത് 33, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി 34 പൂർത്തിയാക്കുകയും, അതുപോലെ ജീവിതത്തിൽ ദിക്റുകൾ നിർവഹിക്കുക. നിങ്ങൾ ഈ ദാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യം നേടാൻ കഴിയുമെന്ന പ്രവാചക വചനം എപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക. ആ നിലക്ക് ദിക്റുകളുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, റിജാലുൻ, ചില മനുഷ്യരുണ്ട്. അത് സ്വഹാബാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ലാ തുൽഹീഹും തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടമോ അവരുടെ ക്രയവിക്രയമോ അവരെ തടഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ തിരക്കുകൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിയിരുന്നിട്ടില്ല. അവർ കച്ചവടം ചെയ്തവരാണ്, അവർ യുദ്ധത്തിന് പോയവരാണ്, അതുപോലെ തന്നെ ആടിനെ മേയ്ക്കാൻ പോയവരാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ചവരാണ് സ്വഹാബിമാർ. പക്ഷേ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും നമസ്കാരങ്ങളിൽ നിന്നും സകാത്ത് കൊടുക്കുന്നതിൽ നിന്നൊന്നും ഈ കാരണങ്ങൾ പറഞ്ഞവർ ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണത്? കണ്ണുകളെ ഇളക്കിമറിക്കുന്ന, ഹൃദയങ്ങളെ അഞ്ചിപ്പിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് അവർ കടന്നുപോയത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് മാറാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഹൃദയത്തിൽ ദിക്റുകൾ നിറച്ചാൽ സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കും. എന്താ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്? ദിക്റുകളാണോ? ആലോചിച്ചു നോക്കൂ. ഒരുപാട് ടെൻഷനുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുകയാണ്. ദുനിയാവിന്റെ വ്യത്യസ്തമായ ചിന്തകളും ആഗ്രഹങ്ങളും നൂറായിരം സ്വപ്നങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിറയുകയാണ്. ഈ ലോകത്തെ ഭയങ്ങളും ഭീതികളും ആശങ്കകളും നമ്മുടെ മനസ്സുകളിൽ നിറയാൻ പിന്നെ എങ്ങനെയാണ് ഹൃദയത്തിന് സമാധാനം കിട്ടുക? ആളുകൾ പരാതി പറയാണ്, ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല എന്ന് പരാതി പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹൃദയത്തിൽ നിറച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട്, ദുനിയാവിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിച്ചാൽ ആ ഹൃദയത്തിൽ ഇത് നിറഞ്ഞൊരു മനുഷ്യൻ എങ്ങനെയാണ് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനെ ഓർക്കുകയും അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ ആ നിമിഷം മുതൽ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകും. ആ സമാധാനം അന്വേഷിച്ച് മറ്റൊരിടത്തേക്കും പോകേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സഹോദരങ്ങളെ സമാധാനമില്ലായ്മ, വിഷാദ രോഗം, അതുപോലെ വല്ലാത്ത ആകുലതകളും പ്രതിസന്ധികളായി പലരും പറയാൻ. എവിടെ നോക്കിയാലും എല്ലാവരുടെയും ആഗ്രഹം സമാധാനം വേണം, സന്തോഷം വേണം. അതിനാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കേരളത്തിലേക്ക് പോലും ചില ആൾ ദൈവങ്ങളുടെ മുന്നിലേക്ക് ആളുകൾ വരുന്നത് എന്തിനാണെന്നറിയോ? പണമുണ്ട്, പലത് അധികാരമുണ്ട്, സമാധാനം കിട്ടില്ല. സമാധാനം ഇവിടെ കിട്ടുമോ എന്ന് ആഗ്രഹിച്ച് പല ആൾ ദൈവങ്ങളുടെ മുന്നിലും വന്ന് സമാധാനത്തിന് വേണ്ടി തേടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പല മാർഗങ്ങളാണ് പലരും സ്വീകരിക്കുന്നത്. ടെൻഷൻ വരുമ്പോൾ ബീച്ചിലേക്ക് പോകുന്നവരുണ്ട്, പാർക്കിലേക്ക് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ മദ്യത്തിന്റെയും ലഹരിയുടെയും അടിമപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, അതുപോലെ കഞ്ചാവും MDMA-യുമായി സമാധാനത്തിന് വേണ്ടി ആ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആർക്കും സമാധാനം കിട്ടുമോ? എന്തുകൊണ്ട്? ഇതിന്റെയൊക്കെ അപകടങ്ങൾ എന്താണ് സഹോദരങ്ങൾ? പല ആളുകളും ശിർക്കിലേക്ക്
പോവാൻ, മക്ബറകളിലേക്ക്, ജാറങ്ങളിലേക്ക്, പുണ്യപുരുഷന്മാരെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് ഒക്കെ പോയി സമാധാനത്തിന് വേണ്ടി തേടുന്ന കാഴ്ചകളാണ്, സമാധാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അനന്തരഫലങ്ങൾ എന്താണ്? പലരും ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്നു, പലരും വ്യക്തിത്വ അപഹരണങ്ങൾ സംഭവിക്കുന്നു, കുടുംബ ശിഥിലീകരണങ്ങൾ സംഭവിക്കുന്നു, പല പ്രശ്നകലുഷിതമായ അവസ്ഥയിലേക്ക് അവരുടെ കാലുകൾ എടുത്തു വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുന്നു. ഒരു വിശ്വാസിക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ആത്മഹത്യ ചെറിയ കുട്ടികൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ദീനിയായ കാര്യങ്ങൾ മദ്രസകളിൽ വിട്ട് അവരെ പഠിപ്പിക്കുന്നില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കേരളത്തിൽ ആത്മഹത്യയെ കുറിച്ച് ധാരാളം ആത്മഹത്യ കേരളത്തിൽ നടക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതിന്റെ കാരണങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഉപ്പയെടുത്ത് ഫോൺ ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുത്തെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ ബൈക്ക് ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇല്ല എന്നെ ആരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളിവിടെ കേൾക്കുകയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കൊല്ലുന്നു, അതുപോലെ തന്നെ സ്വന്തം തന്നെ മരിക്കുകയും സംഭവിക്കുന്ന വാർത്തകളാണ് ഈ അടുത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയകളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ എന്ന് പറയുന്നതിന്റെ ഗൗരവം എത്രയാണ്? അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ മരിച്ചാലും പിന്നീട് ആ പരലോകത്ത് അതിന്റെ വേദന അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തോർക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഇത്തരം സമാധാനത്തിന് വേണ്ടി ഇത്തരം മാർഗങ്ങളിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല എന്ന. എവിടെയാണ് സമാധാനം കിട്ടുക? പണം കൊണ്ട് കിട്ടുമോ? അങ്ങനെ കിട്ടില്ല. എത്രയോ കോടീശ്വരന്മാർ സമാധാനമില്ലാതെ വിഷമിക്കുന്നതിന്റെ വാർത്ത അവരുടെ ചരിത്രം പഠിച്ച് നമുക്ക് കാണാൻ കഴിയും. ടാറ്റയുടെ മുതലാളി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ദുഃഖിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ PA ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട്, എന്താ താങ്കൾ ഇവിടെ ഇരിക്കുന്നത്, വീട്ടിലേക്ക് പോകണില്ലേ? വീട്ടിൽ എന്തിനാ പോണത്? അവിടെ എന്ത് സമാധാനം കിട്ടാനാണ്? ഒരു സ്വസ്ഥതയുമില്ല. പണം കൊണ്ട് സമാധാനം കിട്ടാതെ സമാധാനത്തിന് അലയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രം കൊണ്ട് സമാധാനം കിട്ടും, സയൻസ് കൊണ്ട് സമാധാനം കിട്ടുമോ? ശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന, സയൻസ് കൊണ്ട് അറിയപ്പെടുന്ന പല ആളുകളും, ഐസക് ന്യൂട്ടൻ, അതുപോലെ തന്നെ ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾ, അവർ വിഷാദ രോഗികളായിരുന്നു എന്നത് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹം വിഷാദ രോഗം മരണപ്പെട്ടു എന്ന വാർത്ത ചരിത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയാണ് സഹോദരങ്ങളെ ആളുകൾക്ക് സമാധാനം കിട്ടുക? ഇല്ല. സമാധാനം കിട്ടാനുള്ള മാർഗം അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ, ശത്രുക്കളുടെ വെട്ടേറ്റ് യുദ്ധകളത്തിൽ വീണപ്പോൾ മരണത്തോട് വെല്ലിടുന്ന സമയത്ത് പോലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ച ഹംസ റളിയല്ലാഹു അൻഹു, ആ മനുഷ്യന് കിട്ടിയ സമാധാനം അതെവിടെയാണ് കിട്ടുക? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടേ കിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് വിദേശികൾ വരുമ്പോ ആ ഈത്തപ്പന മരത്തിന്റെ താഴെ, ഈത്തപ്പന ഓലയിൽ കിടന്ന സമാധാനത്തെ ഉറങ്ങുന്ന ഉമർ കാണിച്ചു കൊടുക്കുകയാണ്. എത്ര സമാധാനത്തോടുകൂടിയാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത് എന്ന്. ആ സമാധാനം ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടേ കിട്ടും. എത്ര വലിയ കൊട്ടാര വട്ടുപ്പാവിൽ ജീവിച്ചാലും സമാധാനം ഉണ്ടാവുകയില്ല. ഏതെങ്കിലും വഴിയോരങ്ങളിൽ നിയോൺ ബൾബിന്റെ പ്രകാശത്തിൽ ചാക്കിൻ തുമ്പിലോ ഒരു ടാപ്പ് വലിച്ചു കെട്ടി കുടിലിൽ കിടന്നുറങ്ങുന്നവനാണെങ്കിലും, അവന് സമ്പത്തില്ലെങ്കിലും അധികാരമില്ലെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവനാണെങ്കിൽ അതിൽ അവൻ സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എല്ലാം എല്ലാം അള്ളാഹുവിൽ നിന്ന്, എല്ലാം റബ്ബിന്റെ സമർപ്പിക്കുന്ന ഒരു വിശ്വാസി, എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന ഒരു വിശ്വാസി, അവന് കിട്ടുന്ന സമാധാനം അത്ര വലുതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലായിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഭയപ്പെടേണ്ട, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. അല്ലെ, പിടിക്കപ്പെടും, മരണം മുന്നിൽ കാണുന്ന അവസ്ഥയാണ്. അവിടെയും ആ വാക്ക് എന്താണ്? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അത് വലിയ വാക്കാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ സമയത്ത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയ വിശാലതയ്ക്കുള്ള വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഹൃദയ വിശാലതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ സ്മരിക്കുന്നതും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉപമ പോലെയാണ്.
എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഉദാഹരണം തന്നെ ദിക്റിന്റെ പ്രാധാന്യത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയം ജീവിക്കണമെങ്കിൽ ദിക്ർ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പോലെയുള്ള ദിക്റുകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിങ്ങനെ മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കി മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവരായാൽ ഹൃദയത്തിന്റെ ഇരുട്ടുകൾ നീങ്ങി പ്രകാശപൂരിതമാകാൻ അത് കാരണമാകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. ഒരു മീനിന് എങ്ങനെയാണോ വെള്ളം ആവശ്യം, അതുപോലെ ഒരു ഹൃദയത്തിന് ദിക്ർ അത്യാവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വിഷയവുമായി ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങളും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. 1 തൗഹീദാണ് ഹൃദയവിശാലതയുടെ പ്രധാന കവാടം. 2 ഇനാബത്താണ്, 3 നമസ്കാരമാണ്, 4 ഖുർആൻ, 5 ദിക്ർ. 6ാമത്തെ വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ പറയാം. ദുനിയാവിൽ നമ്മൾ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാൽ ഹൃദയം ഇടുങ്ങിയതാണെങ്കിൽ ആ ജീവിതം യഥാർത്ഥത്തിൽ ഒരു തടവറയാണ്. അത് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഒരു ചെറിയ കുടിലാണെങ്കിൽ പോലും അള്ളാഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തന്നാൽ നമ്മൾ കൊട്ടാരത്തിലായിരിക്കും ജീവിക്കുക എന്ന ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ജന്നത്തി ഫീ സുദരി, എന്റെ സ്വർഗം എന്ന് പറയുന്നത് എന്റെ നെഞ്ചിലാണ്, എന്റെ ഹൃദയത്തിലാണ് എന്റെ സ്വർഗം. ആ ഒരു സ്വർഗത്തെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. 1, ഇന്നത്തെ പിരിവ് യതീമായ ഒരു സഹോദരിയുടെ വിവാഹ സഹായവുമായി നൽകുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കുക. യതീമുകളെ സംരക്ഷിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് അറിയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ 2 വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, യതീമുകളെ സംരക്ഷിക്കുന്നവന് ഞാനും ഇതുപോലെ ആയിരിക്കും സ്വർഗത്തിലെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം സ്വർഗത്തിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. സ്വതക്കയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിശാച് തോന്നിപ്പിക്കും കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകുന്നു, കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന തോന്നലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കൊടുക്കുന്നത് ഒരിക്കലും കുറയില്ല, ധാരാളം വർദ്ധിക്കുമെന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പ്രവാചകൻ ദരിദ്രനായിരുന്നു, പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവസാന കാലഘട്ടത്തിൽ എന്നാണ്. പടയെങ്കി പണയപ്പെടുത്തി പോലും ബാർലിക്ക് വേണ്ടി, ഈ ഗോതമ്പിന് വേണ്ടി എന്ന ചരിത്രമൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതം പരിശോധിച്ച് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രവാചകൻ അത്യാവശ്യം സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു പാരമ്പര്യമായിട്ടും. അതുപോലെ തന്നെ പ്രവാചകന് കച്ചവട സംഘങ്ങൾ ഉണ്ടായിരുന്നു, ആ നിലക്കും ഒക്കെ സമ്പത്തുണ്ടായിരുന്നു. ദരിദ്രരായ പ്രവാചകന്മാരുണ്ട്, സക്കറിയ നബിയെ പോലെയുള്ള. എന്നാൽ വലിയ സമ്പന്നതയായ പ്രവാചകന്മാരുണ്ട്, സുലൈമാൻ നബി, ദാവൂദ് നബി പോലെ രാജാധിപത്യം ഉണ്ടായിരുന്ന പ്രവാചകന്മാരുണ്ട്. ഇതിന്റെയൊക്കെ നടുവിലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് എന്തുകൊണ്ടാണ് പ്രവാചകൻ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയത്? യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയം പറയുന്നത് കാണാം. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ദാനം ചെയ്യുന്ന മഹാനായ പ്രവാചകൻ ആ നിലക്ക് തന്റെ സമ്പത്തൊക്കെ തീർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമ്പത്തൊക്കെ ഉണ്ടാവാനുള്ള കാരണവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സ്വതക്കകൾ നൽകുമായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഒരു നിരാശയും അതുകൊണ്ട് ഒരു വിഷമവും ഉണ്ടാക്കരുത്. വെറുപ്പോടുകൂടി കൊടുക്കുന്നവരുടെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കൂല എന്നാണ്. ആത്മാർത്ഥമായി നമ്മുടെ ഒരു സഹോദരിയാണ്, ആ സഹോദരി യതീമായ ഒരു സഹോദരിയുടെ വിവാഹമാണ്, അത് നമ്മളുടെയും കൂടെ ആവശ്യമാണെന്ന് മനസ്സിലെത്തി എല്ലാവരും ആത്മാർത്ഥമായി ആ സഹോദരിക്ക് വേണ്ടി ഈ സ്വതക്കകൾ നൽകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകന്റെ ബന്ധു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ആ സഹോദരന് പൂർണ്ണമായ ആഫിയത്ത് ബർസഖിയായ ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ആദർശ സഹോദരങ്ങൾ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഹ്ഫിറത്തും മർഹമത്തും ബർസഖിയായ ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു ശിഫാഉൻ ആജിലിനെ ജീവിതത്തിൽ സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ ധാരാളം ആളുകളുണ്ട്. എല്ലാവിധ സമാധാനവും ആശ്വാസവും അള്ളാഹു ആ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിലൊക്കെ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു എല്ലാവിധ അമ്നിനെയും നിർഭയത്വത്തെയും വിശപ്പിനുള്ള ഭക്ഷണത്തെയും അള്ളാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വതന്ത്രമായ രാജ്യത്ത്
സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽപാദങ്ങളെ അള്ളാഹുവെ നീ അവിടെ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശത്രുക്കളെ കൊണ്ട് തന്നെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.